ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നൈറ്റി തുണി ഉപയോഗിച്ച് ഒരു അടിപൊളി ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 3 മീറ്റർ നൈറ്റിയുടെ മെറ്റീരിയലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ തുണി ആദ്യം രണ്ടായിട്ട് നീളത്തിലൊന്ന് മടക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ തുണി രണ്ടായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിന് വേണ്ടിയിട്ട് തുണി ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റി വെക്കണം. അതിന് വേണ്ടിയിട്ട് മുകളിൽ നിന്നും താഴേക്ക് 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ 10 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്ത് നിന്നും ഒന്നുകൂടെ ഈ തുണി ഇതുപോലെ മടക്കിയെടുക്കണം. എന്നിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റി വെക്കാം സ്ലീവിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഈ തുണി ഫുള്ളായിട്ട് ടോപ്പ് പാർട്ടിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 2 ലെയറായിട്ടാണല്ലോ ഉള്ളത്. ഇതിനെ ഒന്നുകൂടെ താഴേക്ക് മടക്കിയെടുക്കണം. ഇതാ ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് 4 ലെയറായിട്ടാണ് ഉള്ളത്. ഇവിടെയാണ് ഫോൾഡിങ് വരുന്ന ഭാഗം. അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 45 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ 47 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് 47 ഇഞ്ച് ഉണ്ട്. ഇനി ബാക്കിയുള്ള അളവുകൾ മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു മടക്ക് വരുന്ന ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഷോൾഡർ മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്ത് നിന്നും താഴേക്ക് കൈക്കുഴി 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ 2 പോയിൻറ്റും ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് വരച്ചെടുക്കണം. ഇനി ഈ ഒരു ഭാഗത്ത് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. 10 ഇഞ്ചാണ് ചെസ്റ്റ് അളവ്. ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽത്തും കൂടെ കൂട്ടി 11 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഇതുപോലെ കൈക്കുഴി വരച്ചെടുക്കണം. ഇനി ഷേപ്പ് അളവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചെസ്റ്റ് മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്ത് നിന്നും താഴേക്ക് 6.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഷേപ്പ് അളവ് മാർക്ക് ചെയ്യാം. 9 ഇഞ്ചാണ് ഷേപ്പ് അളവ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽത്തും കൂടെ കൂട്ടി 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തൊന്ന് വരച്ചെടുക്കണം. ഇനി ഈ ഷേപ്പ് അളവ് മാർക്ക് ചെയ്ത ഒരു ഭാഗത്ത് നിന്നും താഴേക്ക് ഈ തുണിയുടെ ഫുള്ള് വീതിയിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴെ മുകളിലേക്ക് 1.5 ഇഞ്ച് ഒന്ന് ഇതുപോലെ കയറ്റി മാർക്ക് ചെയ്ത് ഇവിടെ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കണം. 2 സൈഡും തൂങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ തുണി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെൻറ്റർ അറിയാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ കട്ട് ചെയ്ത് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് ഡിസൈന്. ഈ ഒരു നെക്ക് ഡിസൈൻ്റെ വീഡിയോ ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ഫ്രണ്ട് പാർട്ടിനെ ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കിയെടുക്കണം. എന്നിട്ട് ഈ ബാക്ക് പാർട്ടിനെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഈ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യേണ്ടത് ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് വിഡ്ത്തിൽ നിന്നും 1/4 ഇഞ്ച് ഇങ്ങോട്ടാക്കിയിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. ഇനി ബാക്ക് നെക്ക് ഡെപ്ത്ത് 3 ഇഞ്ചും മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ സിമ്പിളായിട്ടുള്ള റൗണ്ട് നെക്ക് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാക്ക് നെക്കിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി നെക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിച്ച് ചെയ്തതിൽ തട്ടാതെ ഇതുപോലെ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. ഇനി ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ച് ബാക്ക് പാർട്ടിൽ നെക്കിൻ്റെ ഭാഗത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ക്രോസ് പീസിനെ ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് ഈ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മറ്റേ ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ ഇതുപോലെ 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാക്ക് പാർട്ടിൽ വെച്ചിട്ടുള്ള ഈ ഒരു ക്രോസ് പീസിനെ ബാക്ക് പാർട്ടിൻ്റെ റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു ടോപ്പിൻ്റെ നെക്കും ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ടോപ്പിന് വേണ്ടിയിട്ടുള്ള സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തുണി സ്ലീവിന് വേണ്ടിയിട്ട് 4ആയിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഫോൾഡിങ് വരുന്ന ഭാഗം. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 16.5 ഇഞ്ചാണ്. ഈ ലെങ്ത്ത് ഫുള്ള് ഞാൻ സ്ലീവിന് എടുക്കുന്നുണ്ട്. തുണിയുടെ മടക്ക് വരുന്ന ഭാഗത്ത് ടോപ്പിൻ്റെ കൈക്കുഴി ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. സിമ്പിളായിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വഴിയാണിത്. അപ്പോൾ ഇതാ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ വീതി 8 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ ഇതുപോലെ ഷേപ്പ് ചെയ്തൊന്ന് വരച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ തുണി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. ഇതാ 2 സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ലീവിൻ്റെ താഴ്ഭാഗം റോങ് സൈഡിലേക്ക് ചെറുതായി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ തുണിയുടെ ഈ ഒരു ഭാഗം തേരുവശം ആയതുകൊണ്ട് ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല. എന്നിട്ട് ഈ താഴ്ഭാഗത്ത് നിന്നും മുകളിലേക്ക് 3 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കണം. ഈ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്താണ് എലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വെക്കാൻ വേണ്ടിയിട്ടുള്ള എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 9 ഇഞ്ചാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എലാസ്റ്റിക് ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതുപോലെ 2 സ്ലീവിലും എലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ലീവിനെ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ടോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ടോപ്പിൻ്റെ നല്ല വശത്തേക്ക് ഈ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ഭാഗത്തേക്ക് സ്ലീവിൻ്റെ നല്ല വശം സെൻറ്റർ മാർക്ക് ചെയ്ത ഭാഗം ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ച് 2 സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് സ്ലീവ് ജോയിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ 2 സ്ലീവും ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ടോപ്പിൻ്റെ 2 സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടോപ്പിനെ റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് സ്ലീവിൻ്റെ താഴ്ഭാഗം മുതൽ ഈ ഒരു ടോപ്പിൻ്റെ താഴ്ഭാഗം വരെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 2 സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഷേപ്പ് വരുന്ന ഈ ഒരു ഭാഗത്ത് 2 സൈഡിലും എലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൈക്കുഴിയുടെ ഈ ഒരു ഭാഗത്ത് നിന്നും താഴേക്ക് 6.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ഭാഗത്ത് നിന്നാണ് 4 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി ഈ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളതിൻ്റെ തൊട്ടു താഴെയായിട്ട് 1 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു മാർക്കിംഗ് കൂടെ ചെയ്ത് കൊടുക്കണം. ഈ ഒരു അളവിൽ ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഒരു സൈഡ് വരുന്നത്. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുക്കേണ്ടത് 4.5 ഇഞ്ചാണ്. അപ്പോൾ ഒരു സൈഡിലേക്ക് 4.5 ഇഞ്ച് ലെങ്ത്തുള്ള 2 പീസ് എലാസ്റ്റിക്കാണ് വേണ്ടത്. അപ്പോൾ ടോട്ടൽ 4 പീസ് എലാസ്റ്റിക് വേണം 2 സൈഡിലേക്കും കൂടെ. ഇനി ഈ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഭാഗത്ത് എലാസ്റ്റിക് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ ഇതുപോലെ 2 സൈഡിലും എലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ടോപ്പിൻ്റെ തായ് ഭാഗം റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാനാണുള്ളത്. ഇത്രയും ആയാൽ ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരെ